പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആം ഈസ് ആർ എന്നീ വെർബുകൾ ഉപയോഗിച്ച് എങ്ങനെ വാക്യങ്ങൾ രൂപീകരിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത്. ഇംഗ്ലീഷ് വാക്യങ്ങളുടെ പ്രധാന രണ്ട് ഘടകമാണ് സബ്ജക്റ്റും വെർബും. സബ്ജക്റ്റ് മാറുന്നതിനനുസൃതമായി വെർബ് ഫോംസും മാറുന്നു. അതെല്ലാ ഉദാഹരണങ്ങളിൽ കൂടി കാണിക്കുന്നു. അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നവർക്ക് നിരവധി സെന്റൻസുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും ശ്രമിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഐ ആം എ മെക്കാനിക്. ഞാനൊരു മെക്കാനിക് ആവുന്നു. ഐ സബ്ജക്റ്റും ആം വെർബും ആണ്. പൊതുവെയുള്ളൊരു വാക്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ജോലി ചേർത്താൽ കാർ മെക്കാനിക്, TV മെക്കാനിക് എന്നിങ്ങനെ. അപ്പോൾ നാം പറയുന്ന വാചകമായി. ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി ടോക്കിംഗ്, സംസാരമാണ്. പകരമായി മറ്റേതെങ്കിലും ക്രിയ ചേർത്താൽ അതിൻ്റെ അർത്ഥം വരുന്ന വാക്യമായി. ഐ ആം ലേണിംഗ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സിംഗിങ്. ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഐ സബ്ജക്റ്റിന് ആം വെർബായി ഉപയോഗിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്നർത്ഥമുള്ള വാക്യങ്ങൾ രൂപപ്പെടുന്നു. അടുത്തത് ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റായി വരുമ്പോൾ ആമിന് പകരം ഈസ് വെർബാകുന്നു. ആം നമ്മളെപ്പറ്റി പറയുന്നു, എന്നാൽ ഈ സൂചിപ്പിക്കുന്നത് അവനെയും അവളെയും അതിനെയും പറ്റിയാണ്. ചില ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇറ്റ് ഈസ് നൗ റെയിനിങ്. ഇപ്പോൾ മഴ പെയ്യുന്നു. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റായി വരുമ്പോൾ ഈസ് എന്ന ക്രിയ വെർബ് ചേർക്കുന്നു. അടുത്ത് യു, വി, ദേ. നിങ്ങൾ, ഞങ്ങൾ, അവർ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിനോടുകൂടി ആർ എന്ന വെർബ് ചേർക്കുന്നു. ഇവ സബ്ജക്റ്റായ ചില ഉദാഹരണങ്ങൾ നോക്കാം. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ എൻ്റെ ഉറ്റ സുഹൃത്താണ്. വി ആർ ഗോയിങ് ടു ദ പാർക്ക്. നമ്മൾ പാർക്കിൽ പോകുന്നു. ദേ ആർ ചിൽഡ്രൻസ്. അവർ കുട്ടികളാണ്. ആം ഈസ് ആർ വെർബിൻ്റെ വാക്യത്തിലെ ഉപയോഗവും ഐ മുതൽ ദേ വരെയുള്ള സബ്ജക്റ്റുകളിൽ എങ്ങനെ മാറുന്നു എന്നുമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഒരു ചെറിയ റിക്വസ്റ്റ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഗ്രാമറിലേക്ക് മടങ്ങാം. ആം, ഈസ്, ആർ എന്നീ വെർബുകൾ ചോദ്യങ്ങളിലും നെഗറ്റീവ് സെന്റൻസുകളിലും എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ. ഈസ് ഹി യുവർ ബ്രദർ? അവൻ നിന്റെ സഹോദരനാണോ? ആർ യു കമ്മിങ് വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? നെഗറ്റീവ് സെന്റൻസ്, നിഷേധവാക്യം. ഷീ ഈസിൻറ്റ് അറ്റ് ഹോം. അവൾ വീട്ടിലില്ല. ദേ ആറൻറ്റ് റെഡി. അവർ തയ്യാറല്ല. ഉദാഹരണങ്ങളായി നമ്മൾ നോക്കിയ വാക്യങ്ങളെല്ലാം പ്രസന്റ് ടെൻസ്, വർത്തമാനകാലത്തിൽ ഉള്ളതാണ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെയെന്ന് എളുപ്പം നോക്കാം. ആമിന്റെയും ഈസിന്റെയും പാസ്റ്റ് ടെൻസ് വാസും ആറിന്റെ പാസ്റ്റ് ടെൻസ് വെറുവാകുന്നു. എക്സാമ്പിൾ, ഐ വാസ് ടയർഡ് യെസ്റ്റർഡേ. ഷീ വാസ് അറ്റ് പാർക്ക്. ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്കായി ആം, ഈസ്, ആർ വെർബുകൾ ഉപയോഗിക്കാമെന്ന് ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.